നമസ്കാരം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കം ഡൽഹിയിൽ മുറുകുമ്പോഴും ഭരണത്തിൽ അർഹമായ വിഹിതം തേടി ഘടകകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കുന്നു. 5 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുമ്പോൾ 2 മന്ത്രിമാരിൽ കുറഞ്ഞ ഒത്തുതീർപ്പിനില്ല എന്ന നിലപാടിലാണ് പി.ജെ. ജോസഫ്. ഇതോടെ രണ്ടാം നിര കക്ഷികൾക്കായി മന്ത്രിസ്ഥാനം വീതിച്ചു നൽകുന്ന 2.5 വർഷം ഫോർമുല UDF നേതൃത്വം സജീവമായി പരിഗണിക്കുകയാണ്. UDFിന്റെ വിജയത്തിൽ സുപ്രധാന പങ്കുവഹിച്ച മുസ്ലിം ലീഗ് തങ്ങൾക്ക് 5 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കണമെന്ന ആവശ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല. 22 സീറ്റുകൾ നേടിയ തങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട പ്രാതിനിധ്യം വേണം എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഹൈക്കമാൻഡ് നിരീക്ഷകരോട് ആവശ്യപ്പെട്ടത്. ഉപമുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് നിലവിൽ മിണ്ടാതിരിക്കുന്ന ലീഗ് 5 മന്ത്രിമാരെന്ന ഉറച്ച നിലപാടിലൂടെ വിലപേശൽ ശക്തമാക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിനെ അവരുടെ തട്ടകങ്ങളിൽ പോലും തറപറ്റിച്ച് ഉജ്ജ്വല വിജയം നേടിയ പി.ജെ. ജോസഫ് പക്ഷം 2 മന്ത്രിസ്ഥാനങ്ങളാണ് ലക്ഷ്യമിടുന്നത്. 7 സീറ്റുകൾ നേടി മുന്നണിയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായ തങ്ങൾക്ക് 2 മന്ത്രിമാരില്ലാതെ സഭയിൽ തുടരാനാവില്ലെന്ന് ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. മോൻസ് ജോസഫിന് പുറമെ പി.ജെ. ജോസഫിന്റെ മകൻ കൂടിയായ അപ്പുവും മന്ത്രിയാകും. ചെറുകക്ഷികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ മന്ത്രിസ്ഥാനം കാലാവധി വെച്ച് വീതിച്ചു നൽകാനാണ് UDFിലെ ധാരണ. ഇതിന്റെ ഭാഗമായി ആദ്യ 2.5 വർഷം കേരള കോൺഗ്രസ് പ്രതിനിധിയായ അനൂപ് ജേക്കബും CMPയിലെ CP ജോണും മന്ത്രിമാരാകാനാണ് സാധ്യത. അവസാന 2.5 വർഷം മാണി സി കാപ്പനും RMPAയുടെ KK രമയും മന്ത്രിസ്ഥാനം ഏറ്റെടുക്കും. ഒറ്റ അംഗം മാത്രമുള്ള കക്ഷികൾക്കും മുന്നണി വിജയത്തിൽ തങ്ങളുടേതായ പങ്കുണ്ടെന്ന് അവകാശപ്പെട്ട മാണി സി കാപ്പനും മറ്റും തുടക്കം മുതൽ മന്ത്രിസ്ഥാനത്തിനായി വാദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ കോൺഗ്രസ് കാണിക്കുന്ന കാലതാമസത്തിൽ ഘടകകക്ഷികൾ ഇതിനോടകം അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഭരണത്തിൽ വകുപ്പുകൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായാൽ മാത്രമേ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് കടക്കാൻ സാധിക്കൂ. KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള പോര് ഭരണത്തിന്റെ വേഗത കുറയ്ക്കരുതെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയും PJ ജോസഫും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പദ മോഹവുമായി സജീവമായി രംഗത്തുണ്ട്. ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ പട്ടികയും പുറത്തുവരുമെന്നാണ് സൂചന. ഞായറാഴ്ചയോടെ ഡൽഹിയിൽ നിന്നുള്ള ചിത്രം തെളിയുന്നതോടെ കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണത്തിന് അന്തിമ രൂപമാകും. മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് നിരീക്ഷകർ എത്തിയപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഘടകകക്ഷികൾ വ്യക്തമാക്കിയിരുന്നു. UDFിന്റെ ഉജ്ജ്വല വിജയത്തിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് വലിയ പങ്കുവഹിച്ചെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസ് കാണിക്കുന്ന കാലതാമസത്തിൽ ഘടകകക്ഷി നേതാക്കൾ ഇതിനോടകം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പട നയിച്ചവൻ നാടു ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി അണികൾ തെരുവിൽ ഏറ്റുമുട്ടുമ്പോൾ ഭരണത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുകയാണെന്ന് ലീഗ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. കന്റോൺമെന്റ് ഹൌസിൽ VD സതീശനുമായി ഘടകകക്ഷി നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചകളിൽ മന്ത്രിപദ വീതം വെപ്പ് ഫോർമുല ചർച്ചയായതായാണ് വിവരം. ആർക്കും പരാതിയില്ലാത്ത വിധം അധികാരം പങ്കുവച്ചാൽ മാത്രമേ 5 വർഷം സുഗമമായി ഭരിക്കാൻ സാധിക്കൂ എന്ന് കോൺഗ്രസും കരുതുന്നുണ്ട്. എന്നാൽ ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം വന്നാൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി എല്ലാ തർക്കങ്ങളും പരിഹരിക്കാനായാണ് UDF ലക്ഷ്യമിടുന്നത്.